Welcome to our event. Today is the 14th episode of Compassionate Conversations on the topic Compassion in Daily Life. We are delighted to have you with us both in person and online as we gather to celebrate the power of compassion and resilience. It is my great honor to introduce our esteemed guest, Noor Jalila, who is very close to IPM. She is an inspiring Instagram influencer and motivational speaker, has shown incredible strength and determination, proving that obstacles can be overcome with courage and a positive spirit. We are thrilled to have here today. Welcome, ma'am. We are also privileged to welcome Jay Chandran, a dedicated MPBS student and SIPC volunteer. His commitment to both his medical studies and volunteer service in palliative care is a testament to the impact that empathy and dedication can have in our communities. Welcome, sir. To all of you joining us, thank you for being part of this special event. Your presence and support are vital in fostering a culture of compassion. Let's make this an evening of inspiration and connection. Welcome and enjoy the event. Thank you. ഏവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നൂർ ജലീല, ആസ്പയറിംഗ് ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, IPM വളണ്ടിയർ. ഇതിനേക്കാൾ ഉപരി IPMകാർക്കറിയാം IPMൻ്റെ സ്വന്തം നൂർ ജലീല. ഇവിടുത്തെ ആൾക്കാരുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഷീസ് എൻ അംബാസഡർ ഓഫ് കമ്പാഷൻ എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ അംബാസഡർ ഓഫ് കമ്പാഷൻ, ദാറ്റ്സ് എ ഹയർ ടൈറ്റിൽ ദാൻ ആക്ടിവിസ്റ്റ്, ആർട്ടിസ്റ്റ്, എനിത്തിങ് as I see. And ഇന്നത്തെ ടോപ്പിക്, നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കമ്പാഷൻ ഇൻ ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിലെ കരുണാർദ്രത. IPM വളണ്ടിയർ എന്ന സ്ഥിതിക്ക് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ IPM വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും പ്രവർത്തകരും എല്ലാം ഈ നമ്മളുടെ കമ്പാഷനേറ്റ് സൈഡുമായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഈ നിത്യജീവിതത്തിലെ കരുണാർദ്രത അല്ലെങ്കിൽ ഈ കമ്പാഷൻ എങ്ങനെയാണ് നൂർ ജലീലയുടെ ലൈഫിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ സഹായിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ ട്രാൻസ്ഫോർം ചെയ്തിട്ടുള്ളത് പറയാം. അതായത് ഈ കരുണാർദ്രമായ ഒരു ജീവിതം നയിക്കുന്നതിൽ എന്താണ് ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നൂർ ജലീല. ഞാൻ നമ്മുടെ IPMലെ ഒരു ആക്റ്റീവ് വോളണ്ടിയറാണ്. കുറച്ച് കൊല്ലങ്ങളായി ഞാൻ ഇവിടെ തന്നെ ആദ്യം ഒരു ഗസ്റ്റായിട്ട് വന്ന് അതിന് ശേഷം ഇവിടെ വോളണ്ടിയറായി ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരാളാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്കുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുക എന്നുള്ളൊരു കാര്യം. അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിൽ പോലും വേറൊരാളോട് അല്ലെങ്കിൽ നമ്മളോട് തന്നെ കമ്പാഷനേറ്റ് ആവുക എന്നുള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ സ്ട്രെസ്സുള്ള ഈ ഒരു ലൈഫിൽ പലപ്പോഴും നമ്മളോട് തന്നെ ആ ഒരു കമ്പാഷൻ കാണിക്കാൻ മറന്നു പോവാറുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് ചിലപ്പോൾ വില കൊടുക്കാനോ നമുക്ക് വേണ്ടി സമയം കണ്ടുപിടിക്കാനോ ഉള്ള ആ ഒരു സാഹചര്യം പലപ്പോഴും ചിലപ്പോൾ മിസ്സാവാറുണ്ട്. ആ ഒരു നേരത്ത് നമുക്ക് ഈ പാലിയേറ്റീവ് പോലെയുള്ള രംഗത്തിലൂടെ കടന്നു വരുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു കാര്യം, മനുഷ്യന്മാർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളവരാണ് എന്നുള്ളൊരു നഗ്നസത്യമാണ്. അപ്പം ഈ ഒരു പാലിയേറ്റീവ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ കമ്പാഷൻ എന്നുള്ളൊരു കാര്യം ജീവിതത്തിൽ ഇവിടെ വരുന്ന ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് എന്തിൻ്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ IPMൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ജീവിതത്തിൽ എത്രത്തോളം വലിയ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം സ്വയം ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കുന്ന നേരത്ത് ഉള്ളതിൻ്റെ മൂല്യം നമ്മൾ മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്.
അപ്പോൾ ആ ഒരു ഇതിൽ കമ്പാഷൻ, അനുകമ്പ എന്ന് പറയുന്നത് വളരെ വലിയ പങ്ക് വഹിക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായും. ഇപ്പോൾ നൂറ് പറഞ്ഞതിൽ വെച്ച് തന്നെ ഇപ്പോഴത്തെ സൊസൈറ്റി കമ്പറ്റിറ്റീവാണ്. ഒരു നിമിഷം നിന്ന് ചിന്തിക്കാനുള്ള സമയം തരാത്ത ഒരു തിരക്കിലാണ്, യന്ത്രങ്ങളെ മാതിരിയുള്ളൊരു തിരക്കിലാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനത്തെ പല കാരണങ്ങളാൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും നമ്മൾ തമ്മിലുള്ള സാമ്യങ്ങളുടെ ആഴം കുറയ്ക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ വരുന്നൊരു സമയത്ത് എങ്ങനെയാണ് യുവത്വം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ടരിലെല്ലാവരും, അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കരുണാർദ്രതയെ നിത്യജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരും? എങ്ങനെ ഇപ്പോൾ പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, ഇപ്പോൾ നിത്യജീവിതം എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തിരിഞ്ഞ് ചിന്തിച്ച് മറ്റുള്ള എതിരെ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് അവൻ പറയുന്ന വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളിൽ വളരെ കുറച്ച് പേര്, കുറച്ചെന്നല്ല അത്യാവശ്യം ഒരു കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും വാല്യൂസിനെ പറ്റി ചിന്തിക്കുന്നവർ. അതെനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാലിയേറ്റീവോ അല്ലെങ്കിൽ അങ്ങനെ കരുണ ആവശ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളിലാണ് കൂടുതലും ആ ഒരു വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കണ്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഉള്ളതും എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതും എല്ലാവരും ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു മേഖലയാണ്. പക്ഷേ ഈ മേഖലയിൽ തന്നെ ഇപ്പം ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്, ഈ ചില പാരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി നേരെ ഈ ഫോണ് കയ്യിൽ കൊടുക്കും. അപ്പോൾ കുട്ടി ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്നോ അമ്മ ഭക്ഷണം വായിൽ വെച്ച് തരുന്നതിൻ്റെ ആ മധുരം എന്താണെന്നോ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഈ സ്ക്രീനിൻ്റെ മുമ്പിലാവുമ്പോൾ പലപ്പോഴും നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുൾ അതിലായിരിക്കും. അപ്പം നമ്മൾ വലുതായി കഴിയുമ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മാനോട് ഭക്ഷണം വാരി തരാനൊക്കെ പറയുമ്പോഴും എന്താ പറയുക, അതിനൊരു രസമുണ്ട്. പക്ഷേ ചെറുപ്പത്തിലേ ഇങ്ങനെ ഫോൺ നോക്കി എല്ലാം കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മിസ്സാവുകയാണ്. അതേപോലെ തന്നെ കുറച്ച് മനുഷ്യന്മാരെ മനസ്സിലാക്കണമെങ്കിൽ, ലോകത്തിനെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ നേരിട്ട് ആൾക്കാരെ ഫേസ് ടു ഫേസ് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഏത് നേരം ഇങ്ങനെ ഫോണിൽ പലപ്പോഴും കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പുറത്ത് ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നോ, ഒരാൾ സങ്കടം പറയുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കേണ്ടത് എന്താണെന്നോ, അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം വരുമ്പോൾ അയാളോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നോ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഒരിക്കലും കുറ്റപ്പെടുത്തുന്നത് മാതിരിയൊന്നുമല്ല, പക്ഷെങ്കിലും ഒരു നാണയത്തിന് രണ്ട് പുറമുണ്ടെന്ന് പറയണ പോലെ കുറേ നല്ല യൂത്ത് ഉണ്ട്, അതേപോലെ തന്നെ നല്ല വഴിക്ക് നടക്കേണ്ട യൂത്തുണ്ട്. ഇന്നത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിനെയും സമാധാനത്തിനെയും ജീവിതത്തിനെയും വരെ തകർക്കുന്ന രീതിയിലായിരിക്കും ഓരോ ആളുകളുടെയും കമൻറ്റ് വരിക. അത് സാധാരണ ഒരാൾ കേൾക്കുന്നത് പോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ, മാനസിക സ്ഥിതി പലതും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ മാത്രം പരിചയമുള്ള പല ആളുകളുടെ വീഡിയോസും ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും, പറയും ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളൊരു വലിയ സത്യമാണ്. കാരണം ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ നമ്മളെ IPMൻ്റെ പായസം ഫെസ്റ്റ്, ബിരിയാണി ഫെസ്റ്റ്, ക്യൂരിയോസ്, അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ അതിനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നല്ലപോലെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോഴും എന്താ പറയുക, നന്മ കുറച്ചെങ്കിലും ഉള്ള കുറച്ച് നല്ല കുട്ടികളെ
കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് റേസിങ് ക്യൂരിയോസ് നടക്കുമ്പോഴൊക്കെ അത് ഒരുപാട് വോളണ്ടിയേഴ്സ് ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ അത്രത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ ഇപ്പോഴും അവർ ഒരു റോൾ മോഡലായിട്ട് മാറുകയാണ്. അപ്പം ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ആൾക്കാരെ മീറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും ഒക്കെ വലുപ്പത്തിലും ആ ഒരു കാര്യം നമ്മൾ പാലിക്കണം അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ഐഡിയ വെച്ചുകൊണ്ട് പാരൻറ്റിങ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും, സ്വന്തത്തിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും, നല്ല വാല്യൂസ് മനസ്സിലാക്കാൻ പറ്റും, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നൂറ് പറഞ്ഞു, നൂറിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നൂറ് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഉള്ള ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റുകൾ ചിലത് വായിക്കുമ്പോൾ സ്ക്രീനിനെതിരെ അല്ലെങ്കിൽ സ്ക്രീനിനപ്പുറത്ത് ആരായിരിക്കുന്നതെന്നുള്ള ഒരു ബോധവും ഇല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാണ്ട് ഉണ്ടാകുന്ന ഓരോ കമൻറ്റുകളും അത് എനിക്ക് ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണല്ലോ. അതിൻ്റെ മറുവശത്ത് നൂറിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ കരുണാർദ്രമായ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം വ്യക്തിത്വങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പലപ്പോഴും ഇവിടെ വോളണ്ടിയറായി വന്നതിന് ശേഷം ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളിനേക്കാളും അപ്പുറം അത് ജീവിത പാഠങ്ങളായിട്ടിരുന്നു. പേരെടുത്ത് പറയുന്നില്ല, കാരണം അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് 18 വയസ്സായിരുന്നു, അവൾക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം അവൾക്ക് കുറേ ബ്രദേഴ്സും എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മളോട് പറഞ്ഞു ആൾക്ക് കോഴിക്കോട് ബീച്ച് കാണണം എന്ന് പറഞ്ഞു. അപ്പം ശരീരമാസകലം ക്യാൻസർ പടർന്ന് വയ്യാതെ ശരിക്കും കിടപ്പിലായിട്ടായിരുന്നു ആൾ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആദ്യം വിചാരിച്ച് നാളെ അവളെ കൊണ്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ നമ്മൾ കരുതി വേണ്ട, ഇന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവളെയും കൂട്ടി നമ്മൾ കാറിൽ കോഴിക്കോട് ബീച്ചിലെത്തിയതിന് ശേഷം വീൽ ചെയറിലായതുകൊണ്ട് പൂഴിയിലേക്ക് ഇറക്കുമ്പോൾ വീൽ ചെയറിൽ കുഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട ഭാഗത്തായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് മണ്ണിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വീൽ ചെയർ പൊക്കി പിടിച്ച് മണ്ണിലേക്ക് ഇറക്കി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെന്ന്. അങ്ങനെ തിരമാലകൾ ഇങ്ങനെ അവളുടെ കാലുമ്മൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. അവളുടെ കാല് തളർന്നു പോയിരിക്കുന്നു, അറിയൊന്നുമില്ല. പക്ഷെങ്കിലും തിരമാലകൾ ഇവളുടെ കാലിലൂടെ ഇങ്ങനെ തട്ടി പോകുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വികാരമായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇങ്ങനെ നോക്കിയിരുന്നു. അവൾ ഭയങ്കര എന്താ പറയുക, ഉല്ലാസത്തിലൊന്നും ആയിരുന്നില്ല, പക്ഷെങ്കിലും ഒരു സമാധാനത്തോടെ ഭയങ്കര എന്താ പറയുക ഇൻവോൾവ് ആയിട്ടായിരുന്നു സൺസെറ്റ് കണ്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഐശ്വര്യതൊക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം അവളെ IPMൽ തന്നെ കൊണ്ടാക്കി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു, 7 മണി 8 മണി. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ IPMൽ നിന്ന് കോൾ വന്നു, ആൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ബീച്ചിൽ പോവാം, ഇപ്പോൾ ഹൈലൈറ്റ് പോകണമെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഹൈലൈറ്റ് പോവാം, തോന്നുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോവാം. പക്ഷേ ഒരാഗ്രഹം പറഞ്ഞിട്ട് നമ്മളത് നാളേക്ക് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധാരണ മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവസാന ആഗ്രഹം ഞങ്ങളെ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം, അതേപോലെ ഇനിയും വേദനകൾ അനുഭവിക്കാതെ ഉറങ്ങാലോ എന്നുള്ളൊരു സമാധാനമാണ് ഇതിൽ നിന്നുണ്ടായത്. ഇതേപോലെ ഒരുപാട് ജീവിത പാഠങ്ങളാണ് ശരിക്കും IPM നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും എന്നെപ്പോലുള്ള ഒരുപാട് വോളണ്ടിയേഴ്സും പിന്നെയും കൊല്ലങ്ങളോളം IPMൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇത് പറഞ്ഞു, തിരമാലകൾ ആ കുട്ടിയുടെ കാലിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ അകത്ത് ഇവോക്ക് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ.
നമുക്കുണ്ടാവുന്ന ആ ഇമോഷൻ കമ്പാഷൻ, അത് ഇത്തരം നിമിഷങ്ങളിലാണ് കൂടുതൽ പുറത്ത് തെളിഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ കൂട്ടായ്മകളിൽ. അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്ക് കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് എങ്ങനെ നൂറ് തോന്നുന്നു, എങ്ങനെ ജീവിതത്തിൽ ഈ കമ്പാഷൻ എന്നുള്ള രീതിയിൽ, ഈ ഒരു രീതിയിലുള്ള ചിന്ത ഇപ്പോഴത്തുള്ള സൊസൈറ്റിയിൽ അതുകൂടെ ആലോചിക്കണം. ഇപ്പോഴുള്ള സൊസൈറ്റി എനിക്ക് തോന്നുന്നു യൂത്തിനെ മാത്രം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിലും ഒരു കൂളായിട്ടുള്ളൊരു ടീം എന്ന് പറയുമല്ലോ, ഇത്തരം കരുണാർദ്രത, പാലിയേറ്റീവ് കെയർ, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ ഇവിടെ ഉള്ള വ്യക്തികളെ കുറിച്ച് പറയുകയല്ല, ഇവിടെയുള്ള വ്യക്തികളുടെ ആ ഒരു ചിന്താഗതിക്കെതിരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള, വി ആർ സ്റ്റിൽ യങ്, ഡെത്ത് ഈസ് ലോങ് ബിയോണ്ട്, അങ്ങനെ ഒരു ജീവിതം എത്ര ടെമ്പററി ആണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിത്യജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതിനോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇന്നത്തെ ദിവസം നല്ലപോലെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം, നാളെ കിട്ടണതൊക്കെ ബോണസ് എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. പിന്നെ കമ്പാഷൻ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ചെയ്യുന്നത്, അത് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഒരു പിടി നല്ല മനസ്സുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അതിനു വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, അതിൻ്റെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻറ്റ് ചിലപ്പോൾ വലുതായിരിക്കാം. പക്ഷേ കമ്പാഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു ഇൻഡിവിജ്വലിൻ്റെ മനസ്സിലാണ് തുടങ്ങേണ്ടത്. അത് പിന്നീട് പല ഇൻഡിവിജ്വൽസും കൂടിയിട്ട് അതൊരു ഗ്രൂപ്പായി മാറുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. ഒറ്റക്കാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ജനറേഷനിലൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ട്, നമ്മൾ മനസ്സറിഞ്ഞ് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾ പറയാം, 4 ആൾ കാണാൻ വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളൊരു ഡയലോഗ് പറയും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ആലോചിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ഒരു സന്തോഷമുണ്ടാവും. ഇപ്പം പലപ്പോഴും ദാനധർമ്മങ്ങളായിട്ടും അല്ലെങ്കിൽ ഭക്ഷണമായിട്ടും തെരുവോരങ്ങളിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഫുഡ് വാങ്ങി അതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ ഫുഡ് ഇങ്ങനെ തെരുവിലിരിക്കുന്നതോ ഭിക്ഷാടകർക്ക് ആർക്കെങ്കിലും വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പലപ്പോഴും എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പലപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാറുള്ളതുമാണ്. പക്ഷേ എവിടെയും പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥം പോയി പോകുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പം ഇൻഡിവിജ്വലായിട്ട് നമ്മളങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ബിഗാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ യൂത്ത് സ്ക്രീനിനുള്ളിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ തിരൂർ ഒരു പാലിയേറ്റീവിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാലിയേറ്റീവിലൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, പാലിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് ഷോ ഓഫ് അല്ലേ, ഓവറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ അവനോടൊന്നും തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് വയ്യാതായപ്പോൾ ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തത്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പാലിയേറ്റീവ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം, പക്ഷേ നമ്മളുടെ ഭാഗത്ത് വരുന്നൊരു തെറ്റെന്ന് വെച്ചാൽ നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടെടുക്കും. നമുക്ക് അറിയൂല, നാളെ തട്ടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നാളേക്ക് വെക്കാതെ ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്യുക. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ജെനുവിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏത് ജനറേഷനിലാണെങ്കിലും കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും, കുറച്ച് ഇതേമാതിരി ചിന്തകളുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നല്ല ചിന്തകൾ എപ്പോഴും മുകളിൽ നിൽക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. നൂറ് പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ട് തരം ചിന്തകളാണ്, ഒരുപാട് തരം ചിന്തകളാണ്. എന്നാലും മെയിൻലി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച്, മറ്റുള്ളവരുടെ ചിന്തയെക്കുറിച്ച് ചിന്തിച്ച് അതിനോട് കമ്പാഷൻ കാണിക്കുന്ന ഒരു ഘടകമുണ്ട്.
പാലിയേറ്റീവ് മെഡിസിൻ ഈ ഘടകത്തിൽ അല്ലെങ്കിൽ ഈ കമ്പാഷനെ ബേസ് ചെയ്ത് വെച്ചാണ് പാലിയേറ്റീവ് മെഡിസിൻ മൊത്തം പ്രവർത്തിക്കുന്നത്, അല്ലേ? പാലിയേറ്റീവ് മെഡിസിൻ ഡീൽ ചെയ്യുന്നത് ഈ നമ്മുടെ മോഡേൺ മെഡിസിനിൽ നിന്ന് കൈവിട്ടു പോയ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാര്യമില്ലാത്ത ഒരു ഘടകം പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ കരുണാർദ്രമായി അവരെ ട്രീറ്റ് ചെയ്യാം, അവരുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് എങ്ങനെ അവരുടെ കൂടെ പങ്കുചേരാം എന്നുള്ള രീതിയിലാണല്ലോ. ഇത്തരം നിമിഷങ്ങളിൽ അല്ലെങ്കിൽ മരണത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തിനോട് അടുക്കുമ്പോൾ ഈ മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നൊരു കമ്പാഷൻ ഉണ്ടല്ലോ, അത് പക്ഷേ ആ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനോടൊരു ജീവിതത്തിനോട് തോന്നുന്നൊരു സ്നേഹമുണ്ട്. എനിക്ക് എത്ര പ്രഷ്യസാണ് എൻ്റെ ഓരോ നിമിഷവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നില്ല, എൻ്റെ ഓരോ നിമിഷവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെറിഷ് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയുണ്ടല്ലോ. പക്ഷേ ഓരോ ദിവസവും താനെ പോകുന്തോറും നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോവുകയാണ്. ദ പ്രഷ്യസ്നെസ് ഓഫ് ലൈഫ് ഇറ്റ്സ് ലീവിങ് അസ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ എന്ത് പ്രോഗ്രാമിംഗ് ആണ്, എന്ത് ഹ്യൂമൻ പ്രോഗ്രാമിംഗ്? കമ്പാഷൻ ഈസ് എ ബേസിക് ഹ്യൂമൻ ഇമോഷൻ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഇന്നത്തെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോഴത്തെ ഒരു ഏത് രാജ്യമാണെങ്കിലും, പ്രത്യേക രാജ്യങ്ങളോ പ്രത്യേക കമ്മ്യൂണിറ്റീസിനൊന്നും എടുത്ത് പറയുന്നില്ല, ഏത് രാജ്യമാണെങ്കിലും നമ്മളെ ഇങ്ങനെ ഒരു സോഷ്യൽ ലൂപ്പിലേക്ക് അകപ്പെട്ടിട്ട് നമുക്ക് പരസ്പരം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനല്ലാതെ അവൻ എന്നിൽ നിന്ന് വ്യത്യസ്തനാണ്, അവൻ വേറെ ജാതിയാണ്, അവൻ വേറെ മതമാണ്, അവൻ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് അല്ലാണ്ട് അവൻ ഒരു മനുഷ്യനാണ്, അവൻ എന്നെമാതിരി ജീവനുള്ളവനാണ്, അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതേമാതിരി തന്നെ അവൻ്റെ ജീവൻ അവന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അത് ഈ മരണം എന്നുള്ള വിഷയത്തിനോട് അടുക്കുമ്പോൾ മാത്രം നമുക്ക് ഈ വരുന്ന ഒരു കരുണാർദ്രതേനെ എങ്ങനെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തോന്നുന്നു? എങ്ങനെ ഇടയ്ക്കൊന്ന് നിർത്തി ചിന്തിക്കുക, ഒരു നിമിഷം ലൈഫിനൊരു പോസ് ഇട്ടിട്ട് ഐ ഹാവ് ടു എൻജോയ് ദിസ്, മേ ബി ഐ എം നോട്ട് അലൈവ് ഇൻ ദ നെക്സ്റ്റ് മൂമെൻറ്റ് എന്നൊരു രീതി എങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ പ്രഷ്യസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ ചാവി നമ്മൾ നിരന്തരം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം കാണാണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, നല്ലപോലെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അത് കയ്യിൽ നിന്ന് മിസ്സാവാതെ കൈ തന്നെ ഉണ്ടാവുമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ലിവ് എ ലൈഫ് യു റിമെമ്പർ എന്നാണ് ഒരു കേട്ടുകേൾവി എനിക്കുള്ളത്. അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഓരോ ദിവസവും നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് നടക്കാൻ പറ്റുന്നത് മുതൽ പോട്ടെ, രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പലതും നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. പലവരും സ്വപ്നം കാണുന്ന ജീവിതങ്ങളായിരിക്കും, അല്ലെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോസിലൊക്കെ പറയാറുള്ളത്, നമ്മളിപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല സ്ഥലത്ത് പോകുമ്പോൾ, നല്ല കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് കൈയില്ലാത്തതുകൊണ്ടും കാലില്ലാത്തതുകൊണ്ടും എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആ ഒരു റിയലൈസേഷൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക. അതാണല്ലോ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ മുമ്പിലൊരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് തോന്നും, ഒരു ദിവസം ഞാനും ഇതുപോലെ മരിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ഞാനും ഇതുപോലെ കിടക്കേണ്ടതല്ലേ. ഈ അടുത്ത് എനിക്കൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മയ്യത്ത് വെള്ളം പൊതിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ മുമ്പിലിരുന്ന് ഞാനിങ്ങനെ കരയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ഞാനും ഒരു ദിവസം ഇങ്ങനെ എന്നെ എല്ലാവരും പൊതിഞ്ഞ് എന്നെയും കൊണ്ടുപോയി വെക്കാനുള്ളതല്ലേ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ആണ് ഒരു ബോധ്യം വന്നത്, ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന്. ആ ബോധ്യം നമുക്ക് എത്ര നേരത്തെ വരികയാണോ അത്ര നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കാനുള്ളൊരു വിളിയാണ് എന്നെനിക്ക് തോന്നുന്നത്.
അതേപോലെ ഈ ഒരു പാലിയേറ്റീവ് രംഗത്ത് വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാവും. അത് ഇങ്ങനെ മുമ്പിൽ ഒരുപാട് മരണങ്ങൾ കാണുമ്പോൾ ആ സിറ്റുവേഷൻസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതം വളരെ പ്രഷ്യസ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് ചില്ലായിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ജനറേഷനിലെ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മുമ്പിൽ കാണുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ഇൻഡെപ്തായിട്ട് മനസ്സിലാവാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലൈഫ് നമ്മൾ വിചാരിക്കണ മാതിരി എളുപ്പമൊന്നുമല്ല. കാരണം പ്രശ്നങ്ങൾ പലതരം, ആഴവും ഒക്കെ പലതരമാണ്. അപ്പം അതിനെ ഫേസ് ചെയ്യുക, ജീവിക്കുക. അതേപോലെ വാല്യൂസ് പഠിക്കുന്നതോടൊപ്പം അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ഒന്നും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്വയം നന്നായി അത് കണ്ട് മറ്റുള്ളവർ ഇൻസ്പയറായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പാലിയേറ്റീവ് കെയർ എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതറിയുന്നവർക്ക് വളരെ വലിയ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഗുണപാഠമുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു വേദിയിലുള്ള എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും നൂറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി, നൂറിൻ്റെ വിശേഷങ്ങൾ അറിയാനായി, എക്സ്പീരിയൻസുകൾ അറിയാനായി. നമുക്ക് വേദിയിലിരിക്കുന്നവരോട് ചോദിക്കാം. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ബാധകമല്ല, ലോകത്തെ എല്ലാ സമസ്ത ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഈ 20 ലക്ഷം ജീവജാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 20 ലക്ഷം ജീവജാലം കണ്ടെത്തിയത് 3 ലക്ഷത്തോടെ ഉള്ളൂ. അത് നോക്കുകയാണെങ്കിൽ ഈ കമ്പാഷനാണ് നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അത് ഒരു സാമൂഹിക തലത്തിലും കൂടെ കുറേ കൂടെ മനുഷ്യരോട് വരുമ്പോൾ കുറച്ചും കൂടെ അർത്ഥവത്താകുന്നതാണ്. കുറേയധികം ഞങ്ങൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലങ്ങളൊന്നാണ്. ഈ ആളുകളെ മരണത്തോടൊരു കമ്പാഷൻ വരുത്തുന്ന രീതിയിലുള്ള അനുഭവം വല്ലതും ഉണ്ടോ? മരണത്തോട് പോലും സ്വയം പ്രിപ്പയർ ചെയ്ത് മരണത്തിനെ ആസ്വദിച്ച് മരിച്ച ഏതെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്ക് കുറേ അനുഭവമുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. ഈ മരണത്തെ നമ്മൾ മരണത്തിന് വേണ്ടി ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പാഷൻ മരണത്തോട് തോന്നുന്ന അനുഭവങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. മരണത്തിനോട് കമ്പാഷൻ തോന്നുന്ന അനുഭവങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. സാർക്ക് അനുഭവം പറയാം. കൃത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ ഈ ആസ്വദിച്ച് മരണത്തിന് എനിക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞ പലരും ഉണ്ട്. ഞാൻ പോവുക എന്ന് പറഞ്ഞ് എൻ്റെ വേണ്ടി ടാറ്റ പറഞ്ഞ് മരിച്ച അനുഭവങ്ങൾ എൻ്റെ കുറച്ചെണ്ണം കൂടുതലുണ്ട്. ഒരു 10-50 കൊല്ലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണ്. അതാണ് ഈ സോഷ്യൽ ഫാക്ടേഴ്സും നാച്ചുറൽ ഫാക്ടേഴ്സും ഒന്നിച്ചു ചേരുന്നുണ്ട്. അതിന് നമ്മുടെ മഹാന്മാരുടെ പല അനുഭവങ്ങളുണ്ട്. ശങ്കരാചാര്യ ആയാലും വേണ്ട, ശ്രീനാരായണ ഗുരു ആയാലും വേണ്ടില്ല, പിന്നെ രമണ മഹർഷി ആയാലും വേണ്ടില്ല, മരണത്തെ ആസ്വാദ്യകരമായിട്ട് ആക്കി തീർത്ത ആൾക്കാരുണ്ട്. നമുക്കും സാധ്യമാണെന്ന് എനിക്ക് ഇവിടെ IPM അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചു പല അനുഭവങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാധ്യമാണ്. മരണത്തിനോട് ഒരു മരിക്കാൻ വേണ്ടിയല്ല, ആ മരണത്തെ ആസ്വാദ്യകരമായിട്ട് മരിക്കുക എന്നുള്ളതൊരു കമ്പാഷനേറ്റഡ് ഡെത്ത്. അതാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായും. വേറെ ചോദ്യങ്ങൾ? നമ്മുടെ ചുറ്റുപാട് നാം പരിശോധിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും എല്ലായ്പ്പോഴും അവർ ജീവിച്ച സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും അനുകൂലമായിട്ട് ജീവിക്കുന്ന ഒട്ടനേകം പേരെ നാം നമ്മുടെ ചുറ്റുപാട് കാണാറും നാം അത് വീക്ഷിക്കാറുമുണ്ട്. എന്നാൽ അത്തരം ആളുകൾ എല്ലായ്പ്പോഴും അവർ കാണുന്ന ആനന്ദം, സന്തോഷം എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറമുള്ള, എന്നാൽ ഇത്തരം വിഷയങ്ങൾക്ക് ഒട്ടും താല്പര്യവും അനുകൂലമായി മനസ്സ് കാണിക്കാത്ത ഒരു തലമുറയെ നാം അതിജീവിക്കാറുമുണ്ട്. അപ്പോൾ അവിടെ ആണ് തികച്ചും അതിനൊക്കെ വിപരീതമായി നൂറ് ജമീല ജന്മം കൊണ്ട് തന്നെ ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ സമീപിക്കുമ്പോഴും ദൈനംദിനം ജീവിതം ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് അതിൽ നിന്നും കുറച്ചും കൂടി താഴെ തട്ടിലുള്ള ആളുകളോട് ഇത്തരത്തോളം പാലിയേറ്റീവിലേക്കും കമ്പാഷനേറ്റ് മനസ്സിലേക്ക് ഉടലെടുക്കുന്നതും അത്തരം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് ഈ പാലിയേറ്റീവ് എന്നുള്ള ടേമിനെ പറ്റി ഞാൻ വല്ലാതെ അറിയുന്നതും കാണുന്നതും ഒക്കെ.
തിരൂരുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ സ്ഥിരമായി പോകാനുള്ളൊരു ഇടയുണ്ടായി. ഒരു വരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് അവിടെ എത്തിയത്. അതിനുശേഷം അവിടുത്തെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് വീൽ ചെയറിലുള്ള സുഹൃത്തുക്കളെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരുത്തിയത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഇവരിങ്ങനെ കാഴ്ച വസ്തുക്കളെ മാറി ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വിചാരിക്കും ഒരാൾ വീൽ ചെയറിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എപ്പോഴും വിഷമിച്ചിട്ടായിരിക്കും, ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത മനുഷ്യരായിരിക്കും എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അടുത്ത് ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിന് ഇത്രത്തോളം ഭംഗിയിൽ അതിൻ്റെ എല്ലാ സന്തോഷത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ജനിച്ചപ്പോഴേ കയ്യും കാലും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൈ എന്താണ് കാലെന്താണെന്നുള്ളൊരു സംഗതി എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കെന്താണോ ഉള്ളത് എന്നുള്ളതേ എനിക്കറിയുള്ളൂ. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്നത് കൊണ്ട് എൻ്റെ ജീവിതം കുറച്ചും കൂടെ സുഖമുള്ളതാണ്, എളുപ്പമുള്ളതാണ്. കാരണം ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊരു ഗുണങ്ങളും അതിൽ നിന്ന് ലഭിക്കാനോ കിട്ടാനോ ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്നെപ്പോലും എന്നെക്കാളിലേറെ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ജീവിതത്തിനെ ബുദ്ധിമുട്ടിൽ നേരിടുന്ന ആളുകളെ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്, അവർ ഒരുപക്ഷെ സാധാരണ മനുഷ്യന്മാർ ജീവിതത്തിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ അവർ ജീവിതത്തിനെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു ബുദ്ധിമുട്ട് വന്ന് ഇരുന്ന് പോകുമ്പോൾ കണ്ണില്ലെങ്കിലാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുക എന്ന് പറയും. അത് തന്നെ. അപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ എന്നെക്കാളും കഷ്ടപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ എനിക്ക് റോൾ മോഡൽസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ളവർ. കാരണം നമ്മൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ കയ്യും കാലും എല്ലാം വേണമെന്ന്. പക്ഷേ ഇതല്ല, മനസ്സ് മതി. മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതെ ഒരു മനസ്സില്ലാതെ നടക്കുന്ന ആളുകൾ ആ ഒരു വിഭാഗം വേറെയുണ്ട്. പക്ഷേ ഈ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ എത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഇപ്പം ഒരുപാട് മരണാസന്നരായിട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് കണ്ടപ്പോഴും, അല്ലെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയിട്ട് നാളെ അവർ മണ്ണിൻ്റെ അടിയിലാവുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും വന്നപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒന്നും ഒരു ഉറപ്പുമില്ല. നാളെ ജീവിക്കോ, ഒന്ന് ശ്വാസം വലിക്കോ എന്നുള്ളതൊരു ഉറപ്പില്ല. മാറ്റങ്ങളുണ്ടാവും. അത് മാത്രമാണ് ആകെയുള്ളൊരു ഉറപ്പ്. ഇന്ന് ചിലപ്പോൾ ജീവനുണ്ടാവും, നാളെ ജീവനില്ലാത്തൊരു കോലത്തിലേക്ക് നമ്മൾ മാറാം. മാറ്റങ്ങളാണ് ആകെയുള്ളൊരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഈ ഒരു സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും ഭയങ്കര ഒരു ജോളി വൈബിൽ എടുക്കുമ്പോൾ അതിന് കുറച്ച് നല്ല മൂല്യങ്ങൾ ലൈഫിലേക്ക് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുത്താനായിട്ട് ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ വളരെ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ലിംബ് ഉപയോഗിച്ച് ഞാൻ നടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എടപ്പാളിൽ നിന്നാണ് അദ്ദേഹം. മൂപ്പര് ഗൾഫ് പോകാൻ 2 ദിവസം ഉണ്ടാകുന്നതിന് മുമ്പ് ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കൂടെ ബാംഗ്ലൂർ ചില്ല് ചെയ്യാൻ പോയതാണ്. മൂപ്പരങ്ങനെ ലൈഫിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ബാംഗ്ലൂർ വെച്ചിട്ട് വണ്ടി മറിഞ്ഞ് വീണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് കാല് ലെഫ്റ്റ് കാലും മുട്ടിന് താഴേക്കും മുട്ടിന് മുകളിലേക്കുമായിട്ട് മുറിച്ച് മാറ്റേണ്ടി വന്നു. അതിന് ശേഷമാണ് മൂപ്പര് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ആൾക്കാരൊക്കെ മരിച്ചു പോയിരിക്കും, പക്ഷേ കയ്യും കാലും എപ്പോഴും ഉണ്ടാവുന്നെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കാൻ പറ്റിയത് ജീവിതത്തിലൊന്നും ഒരു ഉറപ്പുമില്ല, എങ്ങനെയാണ് ഞാൻ ഇത്രത്തോളം സന്തോഷമായി ജീവിക്കുന്നത് എന്നൊക്കെ എന്നോട് മൂപ്പരിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഉണ്ടാവില്ല.
ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. സൊല്യൂഷൻ ഇല്ലാത്തത് ആ ഒരു റിയാലിറ്റി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ വൈകല്യങ്ങൾ അതിജീവിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനിച്ച് ഇനി മരിക്കോളം വരെ എൻ്റെ ഈ ഒരു കയ്യും കാലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സത്യം അംഗീകരിച്ച് അതിനോടൊപ്പം അത് കാരണമുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അതിനോടൊപ്പം ചേർന്ന് ജീവിക്കുക ആണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഇപ്പോൾ കയ്യും കാലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ജീവിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബിരിയാണിക്ക് ഉപ്പില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുമല്ലോ, അതേമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ പറ്റും. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും വലിയൊരു മാറ്റർ. വളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിരിക്കുന്നത് വളരെ മെക്കാനിക്കലായിട്ട്, വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട്, കുറവ് കമ്പാഷനായിട്ട് ആണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് എൻ്റെ ചോദ്യം ഇമോഷണൽ സിൻസിയറിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ഒന്ന്. രണ്ടാമത്തെ, ഇത്രയും കാലം ഒരു 8-10 കൊല്ലം വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുമ്പോൾ മെറ്റീരിയലിസ്റ്റിക്കും മെക്കാനിക്കലുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാറ്റം വന്നിട്ടില്ല. അത് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണെന്ന്, അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട്. ഏറെ ബഹുമാനത്തോടെ തന്നെ ഞാനിതിന് ഉത്തരം പറയാം. മെക്കാനിക്കലും ഇമോഷണൽ പാർട്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ആണ് നമ്മളുടെ പാലിയേറ്റീവിൻ്റെ ആ ഒരു ആശയം നമുക്ക് ഫുള്ളായിട്ട് ജീവിതത്തിൽ മനസ്സിലാവാൻ പറ്റുക. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. എങ്ങനെ, എപ്പോൾ, എന്ത് എന്നുള്ള ആളുകളെ ഏതൊക്കെ രീതിയിലൂടെ പാലിയേറ്റീവ് എന്നുള്ളൊരു സംഭവം അവരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു സാധനമുണ്ട്. ചായ വെക്കുമ്പോൾ കാഷ്വലി ചായപ്പൊടിയും പഞ്ചസാരയും ഇടും, അതും ചായയാണ്. പക്ഷേ അതിനോടുള്ളൊരു സ്നേഹം കൊണ്ടൊരു ചായ ഒരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ചായേൻ്റെതായിട്ടുള്ള അല്ലാത്തൊരു മധുരം കൂടി അതിലുണ്ടാവും. അപ്പം ആ ഒരു ഭംഗിയിൽ നമ്മൾ പാലിയേറ്റീവിനെ കാണുമ്പോൾ ആ ഒരു വികാരത്തെ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളൊന്നും തീരെ പാലിയേറ്റീവ് അല്ലെങ്കിൽ കമ്പാഷൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റബേണായിട്ടുള്ള മനുഷ്യന്മാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ കുറച്ചും കൂടി നമ്മളിൽ കഴിയുന്ന രീതിയിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ മധുരം മറ്റുള്ളവർക്ക് ഇരട്ടി മധുരമായിട്ട് കിട്ടും. നമുക്ക് പരസ്പരം എന്താണ് എതിരെ നിൽക്കുന്ന ഒരു മനുഷ്യൻ മെൻ്റലി എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മുടെ ഈ സെൽഫ് കമ്പാഷൻ്റെ കുറവ് കാരണം, അല്ലെങ്കിൽ പൊതുവെ പരസ്പരം ഈ അവൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു ചിന്തയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന കുറച്ച് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇത് പാരമ്പരാഗതമായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സിസ്റ്റം, നമ്മുടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിലേക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹി വിൽ ടഫ് ഇറ്റ് ഔട്ട് എന്നുള്ളൊരു രീതിയിലുള്ളൊരു അപ്രോച്ച് ഈ കേരള സൊസൈറ്റിയിലില്ലേ? അതിനുള്ള കാരണം എന്തായിരിക്കും, അല്ലെ അതിനുള്ള പോംവഴി എന്തായിരിക്കും ഒന്ന് പറയാം. വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഇത്. ഞാൻ ശരിക്കും ഏറ്റവും താങ്ക്സ് ഫസ്റ്റായിട്ട് IPMനോട് പറയും. കാരണം ഇവിടുത്തെ വോളണ്ടിയേഴ്സിന് അതിൽ ഉൾപ്പെടുന്ന വോളണ്ടിയറായിട്ടുള്ള ഞാനും എനിക്കും മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്സും, അതേപോലെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ചിലപ്പോൾ ഇങ്ങനെ താളം തെറ്റി ട്രാക്ക് തെറ്റി പോകുമ്പോൾ അതിനെ പയ്യെ സഹായിച്ച് കൈപിടിച്ചൊന്ന് റെഡിയാക്കാനായിട്ടുള്ള എഫേർട്ടും ഇവിടുത്തെ മെയിനായിട്ടുള്ള ആളുകൾ ഇടുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യം IPMനുള്ളൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. കാരണം വോളണ്ടിയേഴ്സ് നമ്മുടെ IPMലെ പേഷ്യൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്, അതോടൊപ്പം തന്നെ വോളണ്ടിയേഴ്സും ഓക്കെ ആണോ, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് അഷ്വർ ചെയ്യാനായിട്ട് IPM ഇതുവരെ മറന്നിട്ടില്ല എന്നുള്ളതൊരു വലിയ ഒരു ക്വാളിറ്റിയാണ്. ഐ തിങ്ക് IPM ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ് ഫോർ ദാറ്റ്.
പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ ജനറേഷൻ വൈസ് ഇങ്ങനെ കൈവന്ന് പോയിട്ടുള്ള ഒരു സംഭവമാണ് മെൻ്റൽ ഹെൽത്തിന് വലിയ ഇമ്പോർട്ടൻസ്, കുഴപ്പമില്ല അവൾ റെഡി ആയിക്കോളും എന്നുള്ള ഒരു ടോണിൽ പറയുന്ന കാര്യങ്ങൾ നോർമലല്ല, പക്ഷെ അത് നോർമലൈസ് ആക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 12ാം ക്ലാസ് മുതലേ മോട്ടിവേഷണൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വേദിയിലൂടെ ഇങ്ങനെ പങ്കുവെക്കാറുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ എന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആളുകൾ എന്നെ അങ്ങനെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമുക്ക് സങ്കടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരയാതെ പിടിച്ചു വെക്കും. ആൾക്കാർ കണ്ടാൽ മോശമാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും അതിന് കാരണം. വലുതായി കഴിഞ്ഞപ്പോൾ ഈ കരച്ചിലധികം പിടിച്ചു വെക്കുന്നത് നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ വന്നാലും കണ്ണീര് വരില്ല. ഇനിയിപ്പോൾ കണ്ണീര് വന്നു പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമുണ്ട്, 100 കരയാൻ പാടില്ല, 100 ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളില്ലേ, എനിക്ക് നിന്നേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഞാൻ കരയുന്നില്ലല്ലോ, 100 കരയാൻ പാടില്ല. ഇങ്ങനത്തെ കുറച്ച് ക്ലീശേ നല്ല ബോറ് ഡയലോഗുകൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ മറുപടി ആയിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കാറേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിനത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. പക്ഷേ അതാണ് വലിയൊരു തെറ്റ്. ഇപ്പോൾ ഞാനും സാധാരണ ഒരു മനുഷ്യനാണ്, എനിക്കും മാനസികമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പെയിനും ട്രോമയും എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്, ഞാനും ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു സത്യം പലപ്പോഴും എന്നെ കേട്ടതിൽ നിന്ന് ജഡ്ജ് ചെയ്തിട്ടുള്ള പലരും മനസ്സിലാക്കിയിട്ടില്ല. ഈ അടുത്ത് വരെ ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ജസ്റ്റ് കാഷ്വലായിട്ട് വെറുതെ സംസാരിക്കാനായിട്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞാണ് 100 കരയാനൊന്നും പാടില്ല, 100 മോട്ടിവേഷണൽ സ്പീക്കറാണ്, അൾട്ടിമേറ്റ്ലി ഞാനൊരു മനുഷ്യനാണ്. ആ ഒരു പോയിൻ്റാണ് അവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫേസ് ടു ഫേസ് പോലെ അനുഭവം ഉണ്ടായിട്ടുള്ള എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പാനിക് അറ്റാക്ക് വന്ന് കിടന്ന് വിറക്കുമ്പോഴും ആൾക്കാർ പറയുക അവൾ വെറുതെ ആൾക്കാർ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ്, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്നുള്ളൊരു ഡയലോഗാണ്. ഒരാൾക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഏറ്റവും ഡിപ്രഷൻ അടിച്ച് അങ്ങേ അറ്റം നിൽക്കുന്ന ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ ചിരിച്ച് ഫേക്കായിട്ട് നിൽക്കുക. അതേപോലെ തന്നെ ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി വന്ന് ആകെ സ്ഥലകാലബോധം ഇല്ലാതെ നിൽക്കുന്ന ആളടുത്തേക്കായിരിക്കും ഇതിനൊക്കെ പേടിക്കാൻ എന്തുള്ളത്, ഇതൊക്കെ സാധാരണ അല്ലേ എന്നുള്ളൊരു ഡയലോഗും കൊണ്ട് ചെല്ലുന്നത്. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ഡേ ടു ഡേ ലൈഫിൽ പറയുന്ന ഡയലോഗുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഒരാൾ നേരെ കാണുമ്പോൾ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ കരയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ നിന്നായിരിക്കും കരയുന്നത്. അതിനെന്താ, കരച്ചിൽ വന്നാൽ കരയണം. നിങ്ങളോടിപ്പോൾ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ചിരിക്കും, പൊട്ടിച്ചിരിക്കും. കരച്ചിലും അതുപോലുള്ളൊരു ഇമോഷനല്ലേ. കരച്ചിൽ പിടിച്ചു വെക്കാൻ ആരാണ് നിങ്ങളെ പഠിപ്പിച്ച് വിട്ടത്? ഏത് ജനറേഷനിലുള്ള ഏത് കാരണന്മാരാണ് നിങ്ങളെ പഠിപ്പിച്ച് വിട്ടത്? എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണത്. അത് വളരെയധികം മാറേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പം ഒരു സദസ്സിൽ നിന്ന് എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് കരയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറ്റിയിട്ടുള്ളൊരു തെറ്റ്, എല്ലാവരും എന്നെ ഒരുപോലെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരാളോട് പറഞ്ഞിട്ട് നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ഒരു ഉൾവലിയലുണ്ട്. പിന്നെ നമുക്ക് ആരെ വിശ്വസിക്കാൻ തോന്നില്ല. അത് വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയാണ്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാതെ നോർമലായിട്ട് അതൊക്കെ സാരല്ല, ഇതൊക്കെ ജീവിതമല്ലേ, ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ എന്ന് വിചാരിച്ച് സാരില്ല എന്നുള്ള ടേം കൊണ്ട് മൂടി വെക്കുന്ന ഇത്തരം പ്രശ്നങ്ങളാണ് സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കുന്നത്. വളരെ വിഷമം എന്ന് പറയട്ടെ, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും പലരും ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. എനിക്കിങ്ങനെ ഈ അടുത്തൊരു ഇൻസ്റ്റഗ്രാമിലൊരു കുട്ടി സൂയിസൈഡ് ചെയ്തൊരു വാർത്ത കണ്ടപ്പം അതിൻ്റെ അടിയിൽ ഞാൻ വായിച്ചൊരു കമൻറ്റാണ്, തീരെ മെച്യൂരിറ്റി ഇല്ലാത്തവരാണ് സൂയിസൈഡ് ചെയ്യാന്ന്. എത്ര വൃത്തികെട്ട ഒരു ഡയലോഗാണ് അത് എന്ന് ഞാനിരുന്ന് ആലോചിച്ച് പോയി. മെച്യൂരിറ്റിയും ആണോ ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്? ഒരാളുടെ മാനസിക നില എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയും എനിക്ക് നിന്നേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ട്, നിന്നേക്കാളും വലുത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്ക് മാത്രമാണ് അറിയാം. ഞാനാണ് അത് ഗോത്രൂ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരാളെ കത്തെടുത്ത് കുത്തി എന്ന് വിചാരിക്കുക.
കത്തീൻ്റെ കുത്തേൽക്കുന്നതും ചോര വാർന്നു പോകുന്നതും വേദന അനുഭവിക്കുന്നതും ആ കുത്ത് കിട്ടിയ ആൾക്കാണ്. കാണുന്നവർക്ക് സമാധാനിപ്പിക്കാനേ പറ്റുള്ളൂ. അതേപോലെ ഉള്ള കുത്തുകളാണ് പലപ്പോഴും ചിലപ്പോൾ കാണാൻ പറ്റൂല, പക്ഷേ കാണാൻ പറ്റാത്ത കുത്തുകളാണ് ഇത്തരം വാക്കുകളിലൂടെ മനസ്സിന് ഉണ്ടാക്കുന്നത്. ഇതൊരിക്കലും നോർമലല്ല. ഇതിപ്പോൾ പറയുമ്പോൾ എനിക്ക് എവിടത്തൊക്കെ എന്തൊക്കെയോ ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്നെ മാനസികമായി വേദനിപ്പിച്ചവരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അവരോടൊന്നും ദേഷ്യമില്ല, പക്ഷേ മെൻ്റൽ ഹെൽത്ത് ഇസ് നെവർ എ ജോക്ക്. ഒരിക്കലും ഒരു തമാശയല്ല. ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണുനീരിനെ ബഹുമാനിക്കുക, അതിന് വില കൊടുക്കുക. പ്രയാസം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക, അല്ലാതെ അത് സാരമില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇനിയുള്ള ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചെങ്കിലുമൊക്കെ മെൻ്റൽ ഹെൽത്തിനെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഏജ് ഗ്യാപ്പുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാരമില്ല എന്ന് പറയും. അത് ചിലപ്പോൾ അത് ഒരു മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ ആ ഒരു സംഭവമായിരിക്കാം. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഓക്കെ അല്ലേ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം, അത് സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരാളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പേര് കേട്ട ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചിട്ട് ഇറങ്ങിയത്. PG ആണോ ഡിഗ്രി ആണോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ച് ഡൗൺ ആയിരുന്നു, ഭയങ്കര മധുരം നല്ലോണം കഴിക്കുമായിരുന്നു, കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. മനുഷ്യന്മാരാണ്, ഡിപ്രസ്ഡ് ആവും, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ HOD എന്നോട് പറഞ്ഞു, 100 കുറേ പരിപാടിക്കൊക്കെ പോയി നല്ല പൈസ ഉണ്ടാക്കുന്നതല്ലേ, തിന്ന് തടിച്ച് കൊഴുത്തിട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞു. ക്ലാസ്സിലെല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. എങ്ങനെയുണ്ട്? HOD ആണ് പറയുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അത് വേണ്ടത് കുറച്ച് കോമൺ സെൻസാണ് അല്ലേ. അതിനുശേഷം എനിക്കത് മാനസികമായിട്ട് വല്ലാതെ ബാധിച്ച് പാനിക് അറ്റാക്കായി, ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ജനറേഷനോളം എത്രയോ ബാച്ച് കുട്ടികൾ അദ്ദേഹം പഠിപ്പിച്ചു പോന്നു. എത്ര പേരോട് അത്തരം ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലത്, ബാക്കിയുള്ള ജനറേഷൻസിനെങ്കിലും കാക്കാം. ഒരാൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഈ മെലിഞ്ഞ് ഉണങ്ങിയല്ലോ, കാറ്റടിച്ചാൽ പാറിപ്പോവല്ലോ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പോസിറ്റീവ് അല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻസെക്യൂരിറ്റി ആണ് അവിടെ ഉണ്ടാക്കുന്നത്. തടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തടിച്ചോട്ടെ, അയാളുടെ പൈസക്ക് അയാൾ ഫുഡ് കഴിക്കുന്ന അയാൾ തടിച്ചോട്ടെ, അതിൽ നമുക്കെന്താ. നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യം എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കുക. എനിക്കിത്ര അനുഭവമുള്ളതുകൊണ്ട് ഞാൻ ആരോടും അങ്ങനെ തടീനെ പറ്റിയോ സ്കിൻ കളറിനെ പറ്റിയോ ഒന്നിനെ പറ്റി ഞാൻ പറയാറില്ല. കാരണം എനിക്കറിയാതെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമുക്ക് വരുമ്പോഴാണ് നമുക്ക് പഠിക്കുക, അത്രേ ഉള്ളൂ. ഇതാരോടൊക്കെയോ പറയാൻ ഉദ്ദേശിച്ച ഉത്തരങ്ങളെല്ലാം പാടെ ഇവിടെ വന്ന മാതിരി എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ പ്രയാസമൊന്നുമില്ല, കാരണം ഇത് എപ്പോഴാണെങ്കിലും പറയേണ്ടതാണ്, അറിയേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. മാഡം, ഈ എത്തിക്സ്, മോറൽസ്, വാല്യൂസ്, അത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മോറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോൾ കരിക്കുലത്തിലില്ല, പുതിയ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. പക്ഷേ അത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ പാരൻസും ഗ്രാൻഡ് പാരൻറ്റിങ്ങും അവർ റോൾ മോഡൽസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു റോൾ മോഡലല്ല, പക്ഷേ പാരൻറ്റിങ് മോന് എത്തിക്സ്, മോറൽസ് ആൻഡ് വാല്യൂസ് എങ്ങനെ എത്തും, ഈ ന്യൂ ജനറേഷൻ എങ്ങനെ ഇതൊന്നും ഇല്ലാതെ പറയാതെ പറഞ്ഞു പോയ എത്തിക്സും മോറൽസും വാല്യൂസും അവർക്കുണ്ട്, കാരണം അവർ റോൾ മോഡലായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് എന്താണ് ഈ എത്തിക്സും മോറൽസും വാല്യൂസും ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള വഴി? ഒരു 3 to 5 years ആയിട്ട് ഞാനിങ്ങനെ പാരൻറ്റിങ്ങിനെ പറ്റി ഒരുപാട് വായിക്കാറും വീഡിയോസ് കാണാറും അതും ഇതൊക്കെ ചെയ്യാറുണ്ട്. പല ആളുകളടുത്ത് സംസാരിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ
പാരൻസിനെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, ഭയങ്കര വാല്യുബിൾ ആണ്, എല്ലാമാണ്. പക്ഷെ എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്ന മാതിരി ചിലപ്പോൾ എല്ലാ പാരൻറ്റിങ്ങും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമുക്കവർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊക്കെ ഈ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു മോറൽ സയൻസ്, അതിൽ ഡിറ്റർമിനേഷൻ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഇങ്ങനെ വായിച്ചു വിട്ട് കഥകൾ എന്താണെന്നോ ഒന്നും ഓർമ്മയില്ല, പക്ഷേ അവർ പഠിപ്പിച്ചതും വാക്കുകളും മാത്രം ഓർമ്മ ഉണ്ടാവും. പിന്നീട് അത് എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ വയലിൻ പഠിക്കുന്നത്, പാട്ട് പഠിക്കുന്നത് അതിലേക്കായിട്ട് വഴിത്തിരിഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും പാരൻറ്റിങ് ഇസ് എ ബിഗ് തിങ് ടു ബി നോട്ടഡ്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു അച്ഛനും അമ്മയും. അപ്പോൾ ചെറിയ കുട്ടി ഇങ്ങനെ ഫോണിൽ കളിച്ചിട്ട് അമ്മ ഫോണ് ആ കുട്ടീൻ്റെ അടുത്തുനിന്ന് വാങ്ങുകയാണ്. വാങ്ങിയ സമയത്ത് ഈ കുട്ടി ഭയങ്കര റാഷായിട്ട് ചൂടാവുക ഒക്കെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ കുട്ടീനെ സമാധാനിപ്പിക്കാനായിട്ട് ഈ കുട്ടീൻ്റെ അച്ഛൻ ഈ കുട്ടീൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ചെറിയ കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കി തുപ്പി. ഈ അച്ഛൻ വല്ലാതെ ഷോക്കായിപ്പോയി. അങ്ങനെ അതോടുകൂടി ആ വീഡിയോ കഴിഞ്ഞു. ഇത് കണ്ടതിന് ശേഷം ഞാനൊരു 2 മിനിറ്റ് ഇങ്ങനെ സ്തംഭിച്ചിരുന്നു പോയി. എന്താ ഇപ്പം നടക്കുന്നത് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ 2 മിനിറ്റ് ഞാൻ വെറുതെ ഇരുന്നു പോയി. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോണിൽ തന്നെ ആയിപ്പോയി, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ ദുബായിലാണ്. ആൾക്ക് ഇപ്പം 2ാമത്തെ ബേബി ഉണ്ടാവുന്നതും ഫസ്റ്റ് ബേബി ഉണ്ടായതും ഒക്കെ ഞാനിങ്ങനെ അപ്ഡേറ്റ്സ് അറിയുന്നതായിട്ടുള്ള എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ഇവളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കുട്ടികൾക്ക് കാർട്ടൂൺ കാണാനൊക്കെ വെറുതെ ഇങ്ങനെ TV യിൽ മാത്രം വെച്ച് കൊടുക്കും, ഫോൺ കൊടുക്കാറില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെ പോസിബിളാണ്, കുട്ടികൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ബേബി ജനിച്ചതിന് ശേഷം കുറേ കുഞ്ഞു പുസ്തകങ്ങൾ, അത് ഈ എന്താ പറയുക, പിക്ചേഴ്സിലൂടെ കഥ പറയുന്ന പോലത്തുള്ള പുസ്തകങ്ങൾ ഒക്കെ ഇങ്ങനെ കുട്ടീനെ മടിയിലിരുത്തിക്കൊണ്ട്, ഈ പാരൻറ്റ് ഫോൺ ഉപയോഗിക്കാതെ കുട്ടീനെ മടിയിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ വായിപ്പിക്കും. വൈകുന്നേരം നടക്കാൻ പോകാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചുള്ള ടൈം മെമ്മറബിൾ ആക്കുകയും ക്വാളിറ്റി ഉള്ളതും ആക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കുട്ടീനെ പയ്യെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണ് ഇവർ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞ്. എത്രത്തോളം അല്ലെങ്കിൽ എത്ര കാലത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പൊന്നുമില്ല, പക്ഷേ പറ്റണത്രയും അതേപോലെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ജനറേഷൻ, ഇപ്പം എന്താ പറയുക, എൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കഴിഞ്ഞ കുറേ പേരിൽ പലരും ഇപ്പോൾ പ്രഗ്നൻ്റാണ്. അപ്പം ഞാനിങ്ങനെ ഈശ്വര ഇത്ര പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു അഡൾട്ട് ആവുന്നത് വരെയുള്ള ആ ഒരു പ്രൊസീജിയർ നമ്മൾ വിചാരിക്കും, നാട്ടുകാർ ഒരു 3 മാസം കഴിയുമ്പോൾ ചോദിക്കും, എന്താ വിശേഷമായില്ലേ എന്ന ചോദ്യത്തിൻ്റെ പ്രഷറിൽ മക്കളുണ്ടാക്കാൻ നടന്നിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് എനിക്ക് നല്ലപോലെ മനസ്സിലായി. കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചില്ലറ അധ്വാനേ അല്ല. നമ്മളുടെ പാരൻസൊക്കെ എങ്ങനെയാണോ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അത്രക്കും തല തെറിച്ച് ഒന്നായിരുന്നു ഞാനും എൻ്റെ ഇത്താത്തെ. അപ്പോൾ ലൈക്ക് അവർ ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഫോണില്ലാത്തതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ സ്ക്രീൻ ടൈം മാക്സിമം കുറക്കുക, ക്വാളിറ്റി ടൈം മാക്സിമം കൂട്ടി, പിന്നെ ഇവർക്ക് കുറച്ച് ഇങ്ങനത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ വാല്യൂസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ, മൊബൈൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കണ്ണുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോവും. അതിന് ആരോഗ്യവും ഇമോഷണലി മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നല്ലത് അതാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് ഉപയോഗിക്കാനാവുമ്പോൾ അത് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം എൻ്റെ സ്ക്രീൻ ടൈമും നല്ല കൂടുതലാണ്, പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇരിക്കും. കാരണം എത്ര സമയമാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പം
വാല്യൂസ് ചെറുപ്പത്തിലേ ഇങ്ങനെ കൊടുത്ത് ഫീഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലപോലെ ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ബോധം വരുമ്പോൾ ഓരോരുത്തരുടെ തെറ്റും ശരിയും ഡിഫറെൻ്റ് അല്ലേ ഇന്നത്തെ ഒരു കാലത്ത്. അപ്പം നമ്മൾ നല്ലതായിട്ട് അവർക്ക് എന്താ പറയുക, ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള സംഭവങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി കൊടുക്കുക. അത് കണ്ടു പഠിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും റിച്ചായിട്ടുള്ള എക്സ്പീരിയൻസുകളും അഭിപ്രായങ്ങളൊക്കെ തരുന്നതിന് നന്ദിയുണ്ട്. ഇവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഈ പരിപാടി സംഘടിപ്പിച്ച IPM-നും വളണ്ടിയേഴ്സിനും ഏവർക്കും നന്ദി അറിയിപ്പിക്കുകയാണ്. പരിപാടി നന്ദി പറയാൻ വേണ്ടി IPM വളണ്ടിയറിന് സ്വാഗതം. I would like to take this opportunity to express my heartfelt gratitude to each and everyone for making this program a success. First of all, I thank our guest Ms. Noor Jalila and moderator Ms. Jayachandran for an eye-opening section. Thank you, ma'am. Thank you, sir. Last but not least, a big thanks to all volunteers and those who gathered here who have enriched the program by your presence. Thank you all. See you all in the upcoming meeting scheduled for September. Thank you.